ജർമ്മനിയിലെ പ്രശസ്തമായ സൂകളിലൊന്നായ ഏറ്റവും പഴയ സൂകളിലൊന്നായ ഡുയിസ്ബർഗിലെ സൂ കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് വന്നത് തന്നെ ഡോൾഫിൻ ഷോയും പെൻകിനും കോവാലയ്ക്കും ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ ടിക്കറ്റ് എടുത്തത് കൊണ്ട് ക്യൂ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അകത്ത് എൻട്രി ചെയ്യാൻ കഴിഞ്ഞു. ജർമ്മനിയിലെ പ്രശസ്തമായ ഡുയിസ്ബർഗ് സൂ 1934 ആരംഭിച്ചത്. ഇന്ന് ഏകദേശം 2000-ൽ കൂടുതൽ മൃഗങ്ങളെ സംരക്ഷിക്കപ്പെടുന്നു. ഏകദേശം 250 ഇനങ്ങളിൽ നിന്നുള്ളവയാണത്. ഈ കാണുന്നത് ആഫ്രിക്കൻ ആനകളാണ്. ആനകൾക്കൊക്കെ ഇവിടെ പ്രത്യേകം കളിക്കാനും കുളിക്കാനും ഒക്കെ വിശാലമായ സൗകര്യങ്ങളുണ്ട്. ഓരോ മൃഗങ്ങൾക്കും അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള എക്കോസിസ്റ്റം തന്നെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂ ജർമ്മനിയിലെ പ്രശസ്തമായ മൃഗശാലകളിൽ ഒന്നായി അറിയപ്പെടുന്നത്. മൃഗസംരക്ഷണത്തെക്കുറിച്ചും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ സൂവിന്റെ കീഴിൽ പല പ്രോഗ്രാമുകളും കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സീബ്രകളെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ വ്യത്യാസം? ഞാൻ സാധാരണയായി വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് വൈറ്റിൽ ബ്ലാക്ക്, അതായത് നല്ല കട്ടി വരകളുള്ള സീബ്രകളെയാണ്. ഇതിന്റെ എന്തോ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഒരു മരക്കമ്പ് അനങ്ങിയതുപോലെ തോന്നിയോ? ദേ ഈ സൈഡിൽ നിന്ന്. ഇതിന്റെ പേര് നിങ്ങൾക്കറിയാമോ? ശരിക്കും ഒരു മരക്കമ്പ് തലയിലെടുത്ത് വെച്ച് നടക്കുന്നത് പോലെയല്ലേ? പാവം തോന്നില്ലേ കാണുമ്പോഴേ? ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? കോവാല. ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിച്ചു വന്ന ഒരാളാണിത്. നമ്മളെ പോലെ തന്നെ വേണ്ട, എന്നെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതം ഉറങ്ങിത്തീർക്കുന്നവരാണ്. ആക്ച്വലി ഇത് കരടി വർഗത്തിൽ പെട്ടതാണെങ്കിലും കെങ്കാരുവിന്റെ സാമ്യമുള്ള സ്വഭാവം എന്നാണ് പറയപ്പെടുന്നത്. ലവൻ വെജിറ്റേറിയൻ ആണ് കേട്ടോ. ഓസ്ട്രേലിയയാണ് തറവാട്. കാണാൻ നല്ല ക്യൂട്ടല്ലേ? തടിച്ച് വാലില്ലാത്ത വലിയ ഉരുണ്ട മൂക്കും വലിയ തലയുമൊക്കെയായി എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്. വംശനാശ ഭീഷണി നേരിടുന്ന ആൾക്കാരാണിത്. ഏകദേശം ദിവസം 20 മണിക്കൂർ വരെ ഉറങ്ങുമെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തൊരു ലൈഫല്ലേ 20 മണിക്കൂർ വരെ ഉറങ്ങി തീർക്കുമെന്ന് പറയുമ്പോഴേ. ഇവിടെയാണ് സീ ഷോ നടക്കുന്നത്. നമ്മൾ എവിടെ വേഗത്തിൽ എത്തുന്നത് കൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോഴേക്ക് സീലിന്റെ ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആളാണെങ്കിൽ ഷോ ഒക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായി റെസ്റ്റ് എടുക്കുന്ന ടൈമായിരുന്നു. ഇതാണ് ചൈനീസ് ഗാർഡൻ. ജർമ്മനിയിലെ ചൈനീസ് ഗാർഡനോ? പേടിക്കണ്ട. 1988-ൽ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ ഗാർഡൻ. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത് ചൈനീസ് ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതാരാണെന്നറിയോ? മനീഷ കൊയ്രാളയുടെ കൂടെയുള്ള കോ ആക്ടറാണിത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്ത്യൻ ഫിലിമിൽ മനീഷ കൊയ്രാളയുടെ കൂടെ ഉണ്ടായ ഒരു മൃഗത്തെ? സെയിം മൃഗം തന്നെ, അൽപ്പക. ഇത് സൂവിന്റെ അകത്ത് തന്നെയുള്ള ഒരു മ്യൂസിയം ആണ്. ഇതിവിടെ വെച്ചിട്ട് കാണുന്നത് പഴയ അടുക്കള ഐറ്റംസ് ഒക്കെയാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്ക് മ്യൂസിയത്തിന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ സൂ എന്ന് പറയുന്നത് ഒരു വിശാലമായ ഏരിയയിലുള്ളതാണ്. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിൽ എത്തുമ്പോഴേക്ക് തന്നെ അവിടെ ഏതെങ്കിലും ഒന്ന് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും.
ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്ന് കാണണമെന്ന് ആഗ്രഹിച്ച 2 പേരാണ് പെൻഗ്വിനും ഡോൾഫിൻ ഷോയും. അതിൽ പെൻഗ്വിനുകളുടെ ഏരിയയിൽ എത്തുമ്പോഴാണ് അറിയുന്നത് അവിടുത്തെ എന്തോ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഏരിയ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഇനി ഒരു പ്രതീക്ഷയുള്ളതെന്ന് പറയുന്നത് ഡോൾഫിൻ ഷോ ആണ്. പിന്നെ ഇവിടെ ഡോൾഫിൻ ഷോയ്ക്ക് പ്രത്യേക ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ ടിക്കറ്റ് തന്നെ നമ്മൾ എടുത്ത ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരുപാട് സമയത്തെ ക്യൂ നിൽപ്പിന് ശേഷമാണ് അകത്ത് കയറാൻ പറ്റിയത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആകെ വീഡിയോസിൽ മാത്രമേ ഇതുപോലൊരു ഷോ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. അപ്പോൾ ഡോൾഫിൻ ഷോ തുടങ്ങാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അറിയില്ല, ഡോൾഫിനുകളൊക്കെ തന്നെ ഒന്ന് വാമപ്പിലാണ്. അപ്പോൾ ഡോൾഫിൻ ഷോയുമായി അടുത്ത വീഡിയോയിൽ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ?